ഹലോ എവ്രി വൺ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറ്റനറി സയൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, വെറ്റനറി സയൻസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ വെറ്റനറി സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിൻ്റെ ഹെൽത്തും വെൽബീയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഒരു സയൻസ് ആണ് അല്ലേ. അപ്പോൾ ആനിമൽസിനെ പറ്റിയുള്ള A to Z പഠിക്കാനുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ആരോഗ്യവും ഹെൽത്തും അവരുടെ വെൽബീയിങ്ങിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സയൻസാണ് നമ്മുടെ വെറ്റനറി സയൻസ് എന്ന് പറയുന്നത്. അതെല്ലാം ഒരു പുതിയ ടോപ്പിക്കാണ് അല്ലേ. അതിൽ പുതിയതായിട്ടുള്ള കുറേ ടേംസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെറ്റനറി സയൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ ആ കുറച്ച് ടേംസുമായിട്ട് ഒന്ന് ഫെമിലറൈസ് ചെയ്താലോ. അപ്പം നമുക്ക് വെറ്റനറി സയൻസ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ വെറ്റനറി സയൻസ് എന്ന് പറയുന്ന ആ പുതിയ സബ്ജക്റ്റിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ നമുക്ക് ആ വെറ്റനറി സയൻസിൻ്റെ പഠനം എളുപ്പമാക്കാൻ വേണ്ടി കുറച്ച് ടെർമിനോളജീസ് പരിചയപ്പെടാം. ഓക്കെ, ആ കുറച്ച് ടേംസ് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ആ ഒരു പുതിയ സബ്ജക്റ്റ് വളരെ എളുപ്പത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ഇൻട്രസ്റ്റോടു കൂടി പഠിക്കണം അല്ലേ. നമ്മൾ അത്രയും താല്പര്യത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലിരിക്കുകയും ഓർക്കുകയും പരീക്ഷയ്ക്ക് അത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുകയും മാർക്ക് വാങ്ങാൻ പറ്റുകയും ചെയ്യുള്ളൂ അല്ലേ. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരിടം നേടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇൻട്രസ്റ്റോടെ നമുക്ക് താല്പര്യത്തോടെ തന്നെ നമുക്ക് ഫെമിലറൈസ് ചെയ്യാം കുറച്ച് ടേംസ്. അപ്പോൾ ഒരു വെറ്റനറി സയൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഞാൻ പറഞ്ഞു കുറച്ച് ടെർമിനോളജീസ് പരിചയപ്പെടാം. കുറേ പുതിയ ടേംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വെറ്റനറി സയൻസ് പിന്നെ പഠിക്കുമ്പോൾ ഈ ടേംസ് കേൾക്കുമ്പോൾ എല്ലാം ഒരു പുതുമയായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ആ ടേംസിലൂടെ ഒന്ന് കടന്നു പോവാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലോട്ടറിങ്. എന്താണ് ഈ സ്ലോട്ടറിങ് എന്ന് പറയുന്ന വാക്കിനർത്ഥം? സ്ലോട്ടറിങ് എന്ന് പറഞ്ഞാൽ കശാപ്പ് ചെയ്യുന്ന അറിയില്ലേ, ആനിമൽസിനെ കൊലപ്പെടുത്തുന്ന, അതിനെ നമ്മൾ സ്ലോട്ടറിങ് എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കില്ലിങ് ആനിമൽസ് ആൻഡ് സബ്സിക്വൻ്റ്ലി യൂട്ടിലൈസിങ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലോട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിനെ കൊല്ലുന്നു, അത് കഴിഞ്ഞ് മനുഷ്യന് കൺസ്യൂം ചെയ്യാനായിട്ട് മീറ്റായിട്ട് നമുക്ക് മാറ്റണ്ടേ. ഈ ആനിമലിനെ നമ്മൾ കൊലപ്പെടുത്തിയതിന് ശേഷം മീറ്റായി മാറി നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ കൊലപ്പെടുത്തുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് സ്ലോട്ടറിങ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? സ്ലോട്ടറിങ്. ഓക്കെ, അപ്പോൾ പല തരത്തിൽ നമ്മൾ സ്ലോട്ടറിങ് ചെയ്യുന്നുണ്ട്. സ്ലോട്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് കില്ലിങ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മതവിഭാഗങ്ങൾ, പല മതവിഭാഗങ്ങൾക്ക് പല രീതിയിൽ സ്ലോട്ടർ ചെയ്യും കേട്ടോ. അതിനെ നമ്മൾ റിച്വൽ മെത്തേഡ് എന്ന് പറയും. ഇപ്പോൾ ജ്യൂസ് ഒരു രീതിയിൽ ചെയ്യുവേ, സിഖുകാർ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്, മുസ്ലിംസ് ആണെങ്കിൽ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അവരവരുടെ ഓരോ മതവിഭാഗത്തിൻ്റെ ക്രമങ്ങളനുസരിച്ചും അവരുടെ ഇതനുസരിച്ചും അവരുടേതായ രീതിയിൽ ചെയ്യുന്നതിനെ റിച്വൽ സ്ലോട്ടറിങ് എന്ന് പറയുന്നു. അപ്പോൾ സിഖുകാർ നടത്തുന്നതിനെ നമ്മളൊരു ചട്ക മെത്തേഡ് എന്ന് പറയും, നമ്മുടെ മുസ്ലിംസിൻ്റെ ഹലാൽ മെത്തേഡ് എന്ന് പറയും, ജ്യൂസിൻ്റെ ഷെച്ചിറ്റ, കോഷർ, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുണ്ട് സ്ലോട്ടറിങ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ റിച്വൽ മെത്തേഡ് മനസ്സിലായല്ലോ. മതവിഭാഗങ്ങൾ അവരുടേതായ രീതിയിൽ ചെയ്യുന്നതിന് റിച്വൽ സ്ലോട്ടറിങ്. ഇനി ഒരു ഹ്യൂമെയിൻ മെത്തേഡ് ഓഫ് സ്ലോട്ടറിങ് ഉണ്ട്, ഒരു മനുഷ്യത്വപരമായിട്ട് ചെയ്യുന്നത്. ഹ്യൂമെയിൻ മെത്തേഡ് ഓഫ് സ്ലോട്ടറിങ് എന്ന് പറയും. ആ ഹ്യൂമെയിൻ സ്ലോട്ടറിങ് ആണ് മനുഷ്യത്വപരമായിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സർജറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോയെങ്കിൽ കിടന്നു കൊടുക്കുക. നമുക്കറിയാം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ സർജറി ചെയ്യാൻ പോവാണ് എന്ന് എത്ര അറിയാമെങ്കിലും നമുക്ക് പോയി അങ്ങനെ അങ്ങ് കീറി മുറിക്കാനായിട്ട് കിടന്നു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പം നമുക്ക് എന്താ ചെയ്യുക? അതിന് മുന്നേ അനസ്തീഷ്യ എടുക്കും അല്ലേ. അനസ്തീഷ്യ ഇപ്പം ചെറിയൊരു പാർട്ടിലാണെങ്കിൽ ലോക്കൽ അനസ്തീഷ്യയും ജനറൽ അനസ്തീഷ്യയൊക്കെ ചെയ്യും. അതല്ലാതെ നമുക്ക് പറ്റുമോ? സർജറിയുടെ പെയിന് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനസ്തീഷ്യ കൊടുക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ മൃഗങ്ങളെ കൊല്ലപ്പെടുത്താനായിട്ടും അവർ നിന്നു കൊടുക്കുമോ? അവർ ഓടിക്കളയും. വളരെ ബുദ്ധിമുട്ടാവും അല്ലേ സ്ലോട്ടറിങ്. അതുകൊണ്ട് അവരുടെ വേദനയും അവർ വേദന സഹിക്കാനായാലും അവരെ പിടിച്ചു നിർത്തുന്ന സ്റ്റാഫിനും ഒക്കെ ഇഞ്ചുറി വരും. അപ്പോൾ അതിന് വേണ്ടി അത് ഒഴിവാക്കാനായിട്ട് അവർക്ക് വേദന കുറച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റണ്ണിങ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ മനുഷ്യത്വപരമായിട്ട് ഹ്യൂമെയിൻ മെത്തേഡ് ഓഫ് സ്ലോട്ടറിങ് എന്ന് പറയാം. മൃഗങ്ങളെ കൊലപ്പെടുത്തുന്നത് ഒരിക്കലും ഹ്യൂമെയിൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ എന്നാലും അതിൽ തന്നെ അവരുടെ വേദന ഒന്ന് കുറച്ചു കൊടുക്കാൻ വേണ്ടി ഹ്യൂമെയിൻ സ്ലോട്ടറിങ്ങിനെ നമ്മൾ സ്റ്റണ്ണിങ് എന്ന് പറയുന്നു. അതായത് മൃഗങ്ങളെ മയക്കിയതിന് ശേഷം നമ്മൾ അവരെ സ്ലോട്ടറിങ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സ്റ്റണ്ണിങ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആദ്യം സ്ലോട്ടറിങ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു സ്ലോട്ടറിങ്? ദ പ്രോസസ് ഓഫ് കില്ലിങ് ആനിമൽസ് ആൻഡ് സബ്സിക്വൻ്റ്ലി യൂട്ടിലൈസിങ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അത് റിച്വൽ മെത്തേഡ് ഉണ്ട്, ഹ്യൂമെയിൻ മെത്തേഡ് ഉണ്ട്. ഓക്കെ ആണോ?
റിച്വൽ നമ്മൾ പറഞ്ഞു മതവിഭാഗങ്ങളുടെ ഒരു മതപരമായിട്ടുള്ള മെത്തേഡ് അല്ലേ. ഹ്യൂമെയിൻ എന്ന് പറയുന്നതാണ് സ്റ്റണ്ണിങ്. ഇനി ഇത് എവിടെ വെച്ചാൽ ചെയ്യുന്നതെന്നറിയോ? ആ സ്ഥലത്തിന് നമ്മൾ എന്താ പറയാന്നറിയോ? അബറ്റോയർ എന്ന് പറയുന്നു. എവിടെ വെച്ചാണോ ഈ സ്ലോട്ടറിങ് നടത്തുന്നത് അതിനെ നമ്മൾ പറയുന്നതാണ് അബറ്റോയർ. അബറ്റോയർ എന്ന് പറയുന്ന സ്ലോട്ടർ ഹൗസ് ആണ്. അവിടെ ആനിമൽസിനെ കില്ല് ചെയ്യുന്നു. എന്തിനാ? ഹ്യൂമൻ കൺസംഷന് വേണ്ടി മൃഗങ്ങളെ കൊലപ്പെടുത്തുന്നു. അതിനെ അബറ്റോയർ എന്ന് പറയുന്നു. ഇനി നാക്കേഴ്സ് യാർഡ്. എന്താ നാക്കേഴ്സ് യാർഡ് എന്ന് പറഞ്ഞാൽ? അവിടെ സ്ലോട്ടർ ഹൗസ് ആണ്, ആനിമൽസിനെ കില്ല് ചെയ്യുന്നു, പക്ഷേ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയല്ല. ഓക്കെ, അപ്പോൾ അബറ്റോയർ നമുക്ക് അബറ്റോയർ എന്ന് പറഞ്ഞാൽ എന്താ? കശാപ്പുശാല അല്ലേ. മൃഗങ്ങളെ മനുഷ്യർക്ക് ഭക്ഷിക്കാനായിട്ട്, മനുഷ്യർ കൺസ്യൂം ചെയ്യാൻ വേണ്ടി കൊലപ്പെടുത്തുന്ന സ്ഥലത്തിനെ നമ്മൾ അബറ്റോയർ എന്ന് പറയുന്നു. ഓക്കെ, നാക്കേഴ്സ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോട്ടർ ഹൗസ് തന്നെയാണ്. അവിടെ മൃഗങ്ങളെ കൊലപ്പെടുത്തുന്നത് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയല്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമ്മളൊരു അബറ്റോയറിൽ കയറിയെന്ന് വെച്ചോ. നമ്മൾ കശാപ്പുശാലയിലോട്ട് കയറുമ്പോൾ അവിടെ ആദ്യം ഒരു റിസപ്ഷൻ ഉണ്ടാവും. അതായത് മൃഗങ്ങളെ കളക്ട് ചെയ്യുന്ന സ്ഥലം. മൃഗങ്ങളെ നമ്മളെ ഫാമിൽ നിന്നും, ഡയറി ഫാമിൽ നിന്നെല്ലാം നമ്മൾ മൃഗങ്ങളെ വണ്ടികളിൽ കൊണ്ടുവരും കേട്ടോ. കൊണ്ടുവന്ന് ഈ അബറ്റോയറിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ അബറ്റോയറിൽ കൊണ്ടുവന്ന് അവിടെ ഈ മൃഗങ്ങളെ അൺലോഡ് ചെയ്തിട്ട് ഈ മൃഗങ്ങളെ കളക്ട് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ ഹോട്ടലിലൊക്കെ ഉള്ളതുപോലെ റിസപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഈ മൃഗങ്ങളെ കളക്ട് ചെയ്യുന്നത്. റിസപ്ഷന് മറ്റൊരു പേര് നമ്മൾ റെസ്റ്റിംഗ് പെൻ എന്നും പറയും. ഓക്കെ, ഇനി റിസപ്ഷന് ശേഷം അവിടെ ഒരു റെസ്റ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. ആനിമൽസ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ കുറച്ച് നല്ല യാത്രയൊക്കെ ചെയ്തു വന്നെങ്കിൽ കുറച്ച് നേരം ആനിമൽസ് റെസ്റ്റ് എടുക്കും ഈ സ്ലോട്ടറിങ്ങിന് മുന്നേ. അതിനെ നമ്മൾ അവരെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഹോൾഡിംഗ് പെൻ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ഒരു റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷന് ശേഷം അവരെ നമ്മൾ ഹോട്ടലിൽ ആദ്യം റിസപ്ഷനിൽ പോയി റൂം എടുക്കും അല്ലേ. പിന്നെ നമ്മൾ അവിടെ പോയി നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കൂലേ. അത് നമ്മുടെ ലായറേജ് എന്ന് മനസ്സിലാക്കുക. ലായറേജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആനിമൽസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഹോൾഡിംഗ് പെൻ എന്ന് പറയുന്നു. പിന്നെ നമുക്കറിയാം സ്ലോട്ടറിങ്ങിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റണ്ണിങ് ചെയ്യും അല്ലേ. അതായത് ആനിമൽസിനെ നമ്മൾ അൺകോൺഷ്യസ് ആക്കും, വേദന അറിയാതിരിക്കാനായിട്ട്. അത് ചെയ്യുന്ന സ്ഥലം, സ്റ്റണ്ണിങ് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റണ്ണിങ് പെൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യം നമ്മൾ റിസപ്ഷനിൽ വന്നു. നമ്മളൊരു അബറ്റോയറെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. ആദ്യം ആനിമൽസിനെ നമ്മൾ റിസപ്ഷനിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ റിസപ്ഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്തു? ലായറേജിൽ കൊണ്ടുപോയി റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ അവരെ ലായറേജിലോട്ട് കൊണ്ടുപോയി. അവിടെ ആനിമൽസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലായറേജിലോട്ട് കൊണ്ടുപോയി. ഈ ലായറേജിൽ നിന്ന് പിന്നെ നമ്മൾ അവരെ സ്റ്റണ്ണിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. സ്റ്റണ്ണിങ് പെന്നിലോട്ട് സ്റ്റണ്ണിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ആ ഒരു വഴീനെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്നറിയോ? അതൊരു വളഞ്ഞ വഴിയാണ് കേട്ടോ. വളഞ്ഞ വഴി എന്ന് പറയുമ്പോൾ കേർവ്ഡ് പാത്താണ് കേട്ടോ. അതിനെ നമ്മൾ ഡ്രൈവ് അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു അബറ്റോയർ കാണാം. ഓക്കെ, ഒരു കശാപ്പുശാല നമ്മുടെ മനസ്സിൽ കാണാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കാണാം അല്ലേ, ഹോം ടൂറിൻ്റെ മേളം നിറയെ ഹോം ടൂർ. അതുപോലെ നമ്മൾ ഒരു അബറ്റോയർ മനസ്സിൽ കാണാം. ആദ്യം നമ്മൾ ആനിമൽസിനെ കൊണ്ടു കൊടുക്കുക. അത് നമ്മുടെ റിസപ്ഷൻ കഴിഞ്ഞ് നമ്മൾ അവിടെ ആനിമൽസിനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം അവരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. എവിടെയാണ്? നമ്മുടെ ലായറേജിൽ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ എന്ത് ചെയ്യാൻ കൊണ്ടുപോകാൻ? അവരെ നമ്മൾ സ്റ്റണ്ണിങ് ചെയ്യണം അല്ലേ. ഈ സ്റ്റണ്ണിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവരെ എന്തിനു കൊണ്ടുപോകുന്നത്? നമ്മൾ സ്റ്റണ്ണിങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവരെ നമുക്ക് കൊലപ്പെടുത്തണ്ടേ? അവരെ നമ്മൾ കില്ല് ചെയ്യാനായിട്ട് സ്ലോട്ടർ റൂമിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ റിസപ്ഷൻ, ലായറേജ്, സ്റ്റണ്ണിങ് റൂം, അത് കഴിഞ്ഞ് നമ്മുടെ സ്ലോട്ടറിങ് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ലായറേജിൽ നിന്ന് ഈ സ്റ്റണ്ണിങ്ങിലോട്ട് പോകുന്ന സ്ഥലമില്ലേ, ഈ ലായറേജിൽ നിന്ന് സ്റ്റണ്ണിങ്ങിലോട്ട് പോകുന്ന ഈ സ്ഥലത്തിനെയാണ് നമ്മൾ റേസ് അല്ലെങ്കിൽ ഡ്രൈവ് എന്ന് പറയുന്നത്. എന്താണ്? റിസപ്ഷൻ വരുന്നു, റിസപ്ഷന് ശേഷം ലായറേജിന് ശേഷം നമ്മുടെ സ്റ്റണ്ണിങ് ഏരിയ, അതിനുശേഷം സ്ലോട്ടറിങ് ഏരിയ. അപ്പം ലായറേജിൽ നിന്ന് സ്റ്റണ്ണിങ് ഏരിയയിലോട്ട് വരുന്ന സ്ഥലം, ആ ഒരു വഴീനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രൈവ് അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്നത്. ഒക്കെ പുതിയ ടേമുകളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അബറ്റോയർ ആണ് കാണുന്നത്. മനസ്സിൽ കണ്ടു അല്ലേ. ആദ്യം ഒരു റിസപ്ഷൻ കണ്ടു, ലായറേജ് കണ്ടു, അവിടെ നിന്ന് മൃഗങ്ങളെ ഇങ്ങനെ സ്റ്റണ്ണിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു വളഞ്ഞ വഴീനെയാണ് നമ്മൾ ഡ്രൈവ് അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്നത്. സ്റ്റണ്ണിങ് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ എവിടെ കൊണ്ടുപോകും? സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ആനിമൽസിനെ അൺകോൺഷ്യസ് ആക്കുന്ന പ്രോസസ്സാണ് സ്റ്റണ്ണിങ്. അതിനുശേഷം നമ്മൾ അവരെ സ്ലോട്ടറിങ് നടത്താനായിട്ട് കൊണ്ടുപോകും അല്ലേ. അവരെ നമ്മൾ സ്ലോട്ടറിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. ഇത് കണ്ടോ, അബറ്റോയറിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അബറ്റോയറിൽ കുറേ പ്രോസസ്സ് നടക്കും അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റണ്ണിങ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്താണ് നമ്മൾ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞത്? അതെ, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആനിമൽസ് അൺകോൺഷ്യസ് ബിഫോർ സ്ലോട്ടറിങ്. അപ്പോൾ അത് ഏതിലാണ് വരുന്നത്? അതെ, ഹ്യൂമെയിൻ മെത്തേഡ് ഓഫ് സ്ലോട്ടറിങ്ങിലാണ്.
ആണല്ലോ. അപ്പം നമ്മൾ സ്റ്റണ്ണിങ് മനസ്സിലായി, സ്ലോട്ടറിങ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇനി ഒരു ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതിന് മുന്നേ നമുക്ക് എന്താണ് ഈ കാക്കസ് എന്നറിയോ? നമ്മൾ ആനിമലിനെ സ്ലോട്ടറിങ് നടത്തുമ്പോൾ ആ ഒരു ഡെഡ് ബോഡിയിൽ, ആനിമലിൻ്റെ ഡെഡ് ബോഡി സ്ലോട്ടർ ചെയ്ത് കഴിയുമ്പോൾ ആനിമലിൻ്റെ ഡെഡ് ബോഡീനെ നമ്മൾ എന്താ പറയുക? ആനിമലിൻ്റെ ഡെഡ് ബോഡി എന്ന് പറയില്ല, കാക്കസ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കാക്കസ്. ഓക്കെ, അപ്പോൾ ഈ കാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആനിമലിൻ്റെ ബോഡീനെയാണ് നമ്മൾ കാക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാക്കസിലുള്ള എല്ലാ പാർട്സും, കുറേ ബോഡി പാർട്സ് ഒക്കെ ഇല്ലേ, അതിനെ നമ്മൾ ഒഫാൽ എന്ന് പറയും. എന്താ പറയുക? ഒഫാൽ എന്ന് പറയും. അപ്പോൾ അത് കുറേ പാർട്സ് ഉണ്ട്. അതിൽ എഡിബിൾ ആയിട്ടുള്ളതുണ്ട്, എഡിബിൾ അല്ലാത്തതും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എഡിബിൾ ആയിട്ടുള്ള മിക്ക ഓർഗനുകളെ നമ്മൾ എടുത്തു പറയുന്നത് എന്താണ്? ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ വെറൈറ്റി മീറ്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ആനിമലിൻ്റെ എഡിബിൾ ആയിട്ടുള്ള ഓർഗനുകളെ നമ്മൾ പറയുന്നതാണ് എന്താ പറയുന്നത്? എന്താ നമ്മൾ പറയുക? എഡിബിൾ ആയിട്ടുള്ള ഓർഗൻസിനെ നമ്മൾ ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ വെറൈറ്റി മീറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആനിമലിൻ്റെ ഡെഡ് ബോഡീനെയാണ് പറയുന്നത് കേട്ടോ, കാക്കസ്. ഓക്കെ, അപ്പോൾ ഇനി ആനിമലിൻ്റെ ബോഡീനെ എന്താ പറയേണ്ടത്? കാക്കസ് എന്നാണ്. അപ്പോൾ ഈ കാക്കസ് ഒഴിച്ച് ഉള്ളിലുള്ള ബാക്കി പാർട്സിനെല്ലാം നമ്മൾ ഒഫാൽ എന്ന് പറയും. ഒഫാലിൽ തന്നെ എഡിബിളും ഇൻഎഡിബിളും ഒക്കെ ഉണ്ട്, എഡിബിൾ അല്ലാത്തതും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഓർഗൻസിൽ തന്നെ എല്ലാം എഡിബിൾ ആയിട്ടുള്ള ഓർഗനെ നമ്മൾ ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ വെറൈറ്റി മീറ്റ് എന്ന് പറയും. ഓക്കെ, ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ വെറൈറ്റി മീറ്റ്. അപ്പോൾ ഈ കാക്കസിനെ നമ്മൾ ഫ്രീസിങ് പോയിന്റിൻ്റെ മേളിൽ കീപ്പ് ചെയ്യും. എന്തിനാ? മീറ്റിന് നല്ലൊരു ടെക്സ്ചറും ഫ്ലേവറും എല്ലാം വരാനായിട്ട്. അതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജിങ് ഓഫ് മീറ്റ് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജിങ് ഓഫ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്കസിനെ നമ്മൾ ഫ്രീസിങ് പോയിന്റിൻ്റെ എബവ് നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ഈ മീറ്റിൻ്റെ ടെക്സ്ചർ ആയാലും ഫ്ലേവർ ആയാലും നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നതിനാണ്. ഏജിങ്ങിൻ്റെ മറ്റൊരു പേരെന്താണ്? കണ്ടീഷനിങ് എന്ന് പറയും. ഏജിങ് ഈസ് അതർവൈസ് കോൾഡ് കണ്ടീഷനിങ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പ്രോസസ്സ് പഠിച്ചു അല്ലേ. എന്താണ് സ്ലോട്ടറിങ് എന്ന് പഠിച്ചു, എന്താ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞു, എന്താണ് ഏജിങ് എന്ന് പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ കാക്കസ്, ഡെഡ് ബോഡീനെ നമ്മൾ കാക്കസ് എന്ന് പറയും. ഒഫാൽ എന്താണെന്ന് പറഞ്ഞു. ഓർഗൻ മീറ്റും വെറൈറ്റി മീറ്റും എന്താണെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഇനി അബറ്റോയർ ഓർമ്മയുണ്ടല്ലോ. അബറ്റോയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതെ, സ്ലോട്ടർ ഹൗസിൽ വെയർ ആനിമൽസ് ആർ കിൽഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നാക്കേഴ്സ് യാർഡ് പറഞ്ഞു. നാക്കേഴ്സ് യാർഡ് ആണ് സ്ലോട്ടർ ഹൗസ് വെയർ ആനിമൽസ് ആർ നോട്ട് കിൽഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഇനി ആനിമൽസിനെ നമ്മൾ സ്റ്റിക്കിങ് ചെയ്യും. സ്റ്റിക്കിങ് ഒരു പ്രോസസ്സാണ് കേട്ടോ. എന്താണെന്നറിയോ? എല്ലാ പ്രോസസ്സും കൂടെ മാറിപ്പോയത്. സ്റ്റണ്ണിങ് എന്തായിരുന്നു? നമ്മൾ ആ മയക്കുന്ന പ്രോസസ്സായിരുന്നു സ്റ്റണ്ണിങ്. ഇനി അടുത്തത് സ്റ്റിക്കിങ്. എന്താണെന്നറിയോ സ്റ്റിക്കിങ്? സ്റ്റിക്കിങ് എന്ന് പറഞ്ഞാൽ എക്സാൻഗ്വിനേഷൻ. അതായത് ഈ കരോട്ടിഡ് ആർട്ടറി ജുഗുലാർ വെയിൻ്റെ അവിടെ കട്ട് ചെയ്ത് ബ്ലഡ് മാക്സിമം പുറത്തോട്ട് ഊസ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന മെത്തേഡിനെയാണ് സ്റ്റിക്കിംഗ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരെന്താണ്? എക്സാൻഗ്വിനേഷൻ. ബോഡിയിൽ നിന്ന് മാക്സിമം ബ്ലഡ് പുറത്തു പോകണ്ടേ, അതിനു വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കും. ആ പ്രോസസ്സിനെയാണ് സ്റ്റിക്കിംഗ് അല്ലെങ്കിൽ എക്സാൻഗ്വിനേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റിക്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് എക്സാൻഗ്വിനേഷൻ. എന്താണ്? ബോഡിയിൽ നിന്ന് മാക്സിമം ബ്ലഡ് പുറത്തു പോകണം. അപ്പോൾ ഈ കരോട്ടിഡ് ആർട്ടറി ജുഗുലാർ വെയിൻ്റെ അവിടെ കട്ട് ചെയ്യും, എന്നിട്ട് ഫുള്ള് ബ്ലഡ് പുറത്തോട്ട് ഊസ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ സ്റ്റിക്കിങ്. മാറിപ്പോയില്ലല്ലോ. സ്റ്റണ്ണിങ് എന്തായിരുന്നു? മൃഗങ്ങളെ അൺകോൺഷ്യസ് ആക്കുന്നത്. സ്ലോട്ടറിങ് എന്തായിരുന്നു? മൃഗങ്ങളെ കൊലപ്പെടുത്തുന്നത് അല്ലേ. സ്ലോട്ടറിങ് പഠിച്ചു, സ്റ്റണ്ണിങ് പഠിച്ചു, സ്റ്റിക്കിങ് പഠിച്ചു. ക്ലിയർ ആണല്ലോ. കാക്കസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഡെഡ് ബോഡീനെയാണ് കാക്കസ് എന്ന് പറയുന്നത്. എല്ലാ പാർട്സിനെയും ഒഫാൽ എന്ന് പറയുന്നു. പിന്നെ എഡിബിൾ ആയിട്ടുള്ള ഓർഗൻസിനെ ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ വെറൈറ്റി മീറ്റ് എന്ന് പറയുന്നു. ഇനി നമ്മളൊരു മൃഗങ്ങളെ സ്ലോട്ടറിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നു. അതിനു മുന്നേ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യും. ബിഫോർ സ്ലോട്ടറിങ് നമുക്കറിയാം ആൻറ്റി എന്ന് പറയുന്ന വാക്കിനർത്ഥം. ആൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ എന്നാണ് വാക്കിനർത്ഥം. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ അല്ലേ. അപ്പം നമ്മൾ ഒരു മൃഗത്തിനെ കൊലപ്പെടുത്താൻ കൊണ്ടുവന്നു. കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, പിഗ്, പൗൾട്രി എല്ലാവരെയും നമ്മൾ സ്ലോട്ടറിങ്ങിന് കൊണ്ടുവരും അല്ലേ, ഫാമിൽ നിന്ന്. അപ്പോൾ അതിന് അവരെ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവരെ എക്സാമിൻ ചെയ്യും. അവർക്ക് വല്ല അസുഖമുണ്ടോ, പ്രഗ്നൻ്റ് ആണോ, ഭയങ്കര മെലിഞ്ഞ് ഇമാസിയേറ്റഡ് ആണോ, എക്സോസ്റ്റഡ് ആണോ, ക്ഷീണമുണ്ടോ, അവർക്ക് വല്ല ജനറലൈസ്ഡ് അസുഖങ്ങളുണ്ടോ, അല്ലാത്ത അവർക്ക് വല്ല ഇൻഫെക്ഷ്യസ് അസുഖങ്ങളുണ്ടോ, പ്രഗ്നൻ്റ് ആനിമൽ ആണോ,
അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പോൾ എന്നിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കും, ഇവരെ സ്ലോട്ടർ ചെയ്യണോ, അല്ല സ്ലോട്ടറിങ് നമ്മൾ ഡിലേ ചെയ്യിക്കണോ, അല്ല ഇവരെ സ്ലോട്ടർ ചെയ്യണ്ടേ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നടത്തുന്ന എക്സാമിനേഷൻ, സ്ലോട്ടറിങ്ങിന് മുന്നേ നടത്തുന്ന എക്സാമിനേഷനെ ആൻറ്റി മോർട്ടം എക്സാമിനേഷൻ എന്നും സ്ലോട്ടറിങ്ങിന് ശേഷം നടത്തുന്ന എക്സാമിനേഷനെ പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ എന്നും പറയുന്നു. അപ്പോൾ എന്തിനാ ഈ 2 എക്സാമിനേഷൻ നടത്തുന്നത്? അൾട്ടിമേറ്റ് എയിം എന്താ? നമുക്ക് നല്ല മീറ്റ് കിട്ടണം അല്ലേ, നമുക്ക് നല്ല മീറ്റ് കിട്ടണം, ഹ്യൂമൻ കൺസംഷന് വേണ്ടി നല്ല സേഫ് ആൻഡ് ഹോൾസം മീറ്റ് കിട്ടണം. അതിനു വേണ്ടിയാണ്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ റൂൾ ഔട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സ്ലോട്ടറിങ്ങിന് മുന്നേ ആനിമലിനെ എക്സാമിൻ ചെയ്യും. പിന്നെ നമുക്ക് സ്ലോട്ടറിങ്ങിന് ശേഷം വീണ്ടും ആ മീറ്റിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യും. വല്ല അസുഖമുള്ള മീറ്റാണോ, എന്തെങ്കിലും പാരസൈറ്റ് ഉണ്ടോ, വേറെ വല്ല കളറും ഒക്കെ നമ്മൾ നമ്മൾ ഇൻസ്പെക്ഷൻ, പാൽപേഷൻ എല്ലാ രീതിയിലും നോക്കും. നമ്മൾ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കും നമ്മൾ. അപ്പോൾ എന്നിട്ട് നമുക്ക് അസുഖമുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ ആ മീറ്റിനെ വേണ്ടാന്ന് വെക്കും, നമ്മൾ കഴിക്കണ്ട, നമ്മൾ ഈ മീറ്റ് വേണ്ട എന്ന് വെക്കും. ചിലപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പം എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ എക്സാമിനേഷൻ ചെയ്യണം എന്ന് തോന്നിയാൽ അതിൻ്റെ രീതിക്ക് വിടും. അപ്പോൾ അങ്ങനെ പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റി മോർട്ടം എക്സാമിനേഷനുമുണ്ട്, പോസ്റ്റ് മോർട്ടം എക്സാമിനേഷനുമുണ്ട്. ആൻറ്റി മോർട്ടം എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോട്ടറിങ്ങിന് മുന്നേ ആനിമൽസിനെ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോട്ടറിങ്ങിന് ശേഷം ആനിമലെ എക്സാമിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ അടുത്ത ഒരു പ്രോസസ്സ് പറയുന്നതാണ് സ്കിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സ്കിന്നിങ്, ഫ്ലേയിങ്, ഡീഹൈഡിങ് എന്നൊക്കെ പറയാം. അതായത് സ്കിന്ന് റിമൂവ് ചെയ്യുന്നു. ഈ ബോഡിയിൽ നിന്ന് സ്കിൻ എല്ലാ ആനിമൽസിനും അങ്ങനെ റിമൂവ് ചെയ്യില്ല അല്ലെ. ഏതിനായിരിക്കും? നമ്മൾ പിഗിന് അങ്ങനെ സ്കിന്ന് റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി കുറേ ആനിമൽസിന് നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് എന്താണ്? സ്കിന്നിങ്. അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. സ്കിന്നിങ് അല്ലെങ്കിൽ ഫ്ലേയിങ് അല്ലെങ്കിൽ ഡീഹൈഡിങ് എന്നൊക്കെ പറയുന്നു. അടുത്ത ഒരു പ്രോസസ്സ് പറയാം, സ്പ്ലിറ്റിംഗ്. സ്പ്ലിറ്റിംഗ് പേരിലുണ്ടല്ലേ, സ്പ്ലിറ്റ് ആക്കുന്നു. ഈ കാക്കസിനെ നമ്മൾ കാറ്റിലിൻ്റെയൊക്കെ കേസിലില്ലേ 2 ആക്കും, റൈറ്റും ലെഫ്റ്റും 2 ഹാഫ് ആക്കി മാറ്റും. പെൽവിസിൻ്റെ അവിടെ നിന്ന് നെക്ക് വരെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തു 2 ഹാഫ് ആക്കി മാറ്റുന്നതിനെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? എസ് വെച്ച് നമ്മൾ കുറേ പേരുകൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെയായിരുന്നു നോക്കാം. നമ്മൾ ആദ്യം സ്ലോട്ടറിംഗ് പറഞ്ഞു, ദ പ്രോസസ് ഓഫ് കില്ലിംഗ് ആനിമൽസ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. സ്റ്റണ്ണിങ്, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആനിമൽ അൺകോൺഷ്യസ്, സ്റ്റണ്ണിങ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? സ്റ്റിക്കിംഗ്, എന്താ? ദ പ്രോസസ് ഓഫ് മാക്സിമം റിമൂവൽ ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി അല്ലേ, സ്റ്റിക്കിംഗ്. പിന്നെ നമ്മൾ സ്പ്ലിറ്റിംഗ്. സ്പ്ലിറ്റിംഗ് എന്താണ്? 2 ഹാഫാക്കി മാറ്റുന്നത്, സ്പ്ലിറ്റ് പേരിലുണ്ട്. സ്കിന്നിങ്, സ്കിന്ന് റിമൂവ് ചെയ്യുന്നത്. അടുത്തത് സ്കാൽഡിങ് എന്താണെന്നറിയോ? നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മൾ പിഗിൻ്റെ ഒക്കെ ഇല്ലേ, പിഗിൻ്റെ കേസിൽ ചിലപ്പോൾ പൗൾട്രിയിലും ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കും. സ്കിന്ന് റിമൂവ് ചെയ്യില്ലല്ലോ, ആ ഉള്ള ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്, ഹെയർ സോഫൻ ചെയ്യാനായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്ന പ്രോസസ്സിനെയാണ് സ്കാൽഡിങ് എന്ന് പറയുന്നത്. പിഗിനാണ് കൂടുതൽ അത് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഫോളിക്കിൾ സോഫ്റ്റ് ആവുമേ. അപ്പോൾ സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഒന്നുകിൽ സ്ക്രേപ്പിംഗ്, നൈഫ് വെച്ചിട്ട് വല്ലതും സ്ക്രേപ്പിംഗ് വഴി ആ മുടീനെ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡീഹെയറിങ് എക്യുപ്മെൻറ്റ്, എന്തെങ്കിലും മുടി കളയുന്ന എക്യുപ്മെൻറ്റ് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കാൽഡിങ് കൂടുതൽ പിഗിനാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുക? പിഗിൻ്റെ കാക്കസിനെ ഇല്ലേ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ഹെയറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു പ്രോസസ്സും കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? സിങ്കിങ്. എല്ലാം എസ് വെച്ചുള്ളതാണ് അല്ലേ. സിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് നമ്മൾ ഒരു ബ്ലോ എയർ ലാമ്പിൻ്റെ അവിടെ കാണിച്ചിട്ടില്ലേ, ഈ ചെറിയ ഫൈൻ ഹെയർസ് ഒക്കെ ഉണ്ടാവും, ബ്രിസിൽസ് ഒക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ ലാമ്പിൽ കാണിച്ച് ഒന്ന് കരിച്ച് കളയുന്ന പ്രോസസ്സാണ് നമ്മുടെ സിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടോ. ഇനി നമ്മുടെ ഒരു പ്രോസസ്സ്, അപ്പോൾ എസ് വെച്ച് നമ്മൾ നിറയെ പ്രോസസ്സ് പഠിച്ചു. വെറ്റിനറിയിൽ ആനിമൽസിനെ ഡീൽ ചെയ്യുന്ന കുറേ പ്രോസസ്സ് പഠിച്ചു അല്ലേ. സ്ലോട്ടറിങ്, സ്റ്റണ്ണിങ്, സ്റ്റിക്കിംഗ്, സ്പ്ലിറ്റിംഗ്, സ്കാൽഡിങ്, സിങ്കിങ്, സ്കിന്നിങ്, നിറയെ പ്രോസസ്സ് പഠിച്ചു. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ അല്ലേ. അടുത്തൊരു പ്രോസസ്സ് പഠിക്കാം, എവിസറേഷൻ. നമുക്ക് വിസറ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗനാന്ന് അറിയാം അല്ലേ. എവിസറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റേർണൽ ഓർഗനെ എല്ലാം പുറത്തെടുക്കുന്നു എന്ന്. എവിസറേഷൻ എന്താണ്? ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻറ്റേർണൽ ഓർഗൻസ് ഔട്ട് ഓഫ് ദ വിസറ. മൊത്തത്തിൽ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക?
എവിസറേഷൻ, എല്ലാവരെയും പുറത്തേക്ക് എടുക്കുന്നു, എല്ലാ ഓർഗൻസിനെയും നമ്മൾ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ഓർഗൻസിനെയും പുറത്തെടുക്കും അല്ലേ. എന്നിട്ട് നമ്മൾ എഡിബിൾ ആയിട്ടുള്ളതിനെ പ്രത്യേകം വെക്കും, അല്ലാത്തതിനെ നമ്മൾ പ്രത്യേകം, പിന്നെ എക്സാമിനേഷന് വേണ്ടി എല്ലാം പ്രത്യേകം വെക്കും അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ എവിസറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ക്ലിയർ ആണോ? അടുത്തത് ഡ്രസ്സിങ്. ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഓരോ ആനിമലിന് ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. കാറ്റിലിന്, പിഗിന്, നമ്മുടെ ഷീപ്പിന്, ഗോട്ടിന്, പൗൾട്രിക്ക് ഓരോന്നിനും ഓരോ രീതിയിൽ നമ്മൾ ഡ്രസ്സിങ് നടത്തും. അതായത് അവരെ ആ കാക്കസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതാണ്. അതിലാണ് നമ്മുടെ എല്ലാ പ്രോസസ്സും വരും. ഈ സ്കിന്നിങ്, സ്കാൽഡിങ്, സിങ്കിങ്, എവിസറേഷൻ, പിന്നെ ചിലർക്ക് ഹെഡ് റിമൂവ് ചെയ്യും, ഡീകാപ്പിറ്റേഷൻ, ഇങ്ങനത്തെ എല്ലാ പ്രോസസ്സും ഈ ഡ്രസ്സിങ്ങിൽ വരുന്നതാണ്. അതായത് ഈ കാക്കസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. വെയിറ്റ് നോക്കുന്നതിന് മുന്നേ അതിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ആവശ്യമില്ലാത്തത്, ഡാമേജ് ആയതും കണ്ടാമിനേറ്റഡ് ആയതുമായ ഭാഗങ്ങൾ കളയുന്നു. അതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രസ്സിങ് ഓഫ് കാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് കാക്കസ്. വെയിറ്റ് നോക്കുന്നതിന് മുന്നേ കാക്കസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്? അതെ, ഡാമേജ് ആയതും കണ്ടാമിനേറ്റഡ് ആയ പാർട്സ് എല്ലാം മാറ്റിയിട്ട് അവരെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് നമ്മൾ അപ്പോൾ ഡ്രസ്സിങ് ഓഫ് കാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഓരോ ആനിമലിനും ഓരോ രീതിയിൽ നമ്മൾ ഡ്രസ്സിങ് നടത്തും കേട്ടോ. പിഗിന് ചെയ്യുന്നത് പോലെയല്ല കാറ്റിലിന് ചെയ്യുന്ന. പിഗിനാണല്ലേ ഈ സ്കാൽഡിങ്ങും സിങ്കിങ്ങും ഇങ്ങനെ കുറേ പ്രോസസ്സുണ്ട് പിഗിന് പക്ഷേ സ്കിന്നിങ് ഇല്ല, സ്കിന്ന് റിമൂവ് ചെയ്യുന്നില്ല പിഗിന്. ഓക്കെ ആണോ? അപ്പോൾ ഡ്രസ്സിങ് ഓരോ ആനിമലിനും ഓരോ രീതിയിൽ ചെയ്ത് ആവശ്യമുള്ള ഓർഗൻസും പാർട്സിനെയും എടുക്കുന്നു, ആവശ്യമില്ലാത്തതും ഡാമേജ് ആയതും കണ്ടാമിനേറ്റഡ് ആയതിനെ മാറ്റുന്നു. ഓക്കെ. അടുത്തത് നമ്മൾ പേരിൽ നിന്ന് കിട്ടും ഫ്രോഡുലന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മീറ്റ്. എല്ലായിടത്തും തട്ടിപ്പ് നടക്കുന്നുണ്ടല്ലേ. അതായത് നല്ല മീറ്റും കേടായ മീറ്റും തമ്മിൽ മിക്സ് ചെയ്യുന്നതിനെയാണ് ഈ ഫ്രോഡുലന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തന്നെ ഇപ്പോൾ കടയിൽ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സിനെ പറ്റിക്കാനായിട്ട് വേറെ മീറ്റിൻ്റെ കൂടെ വെയിറ്റ് നോക്കിയിട്ട് അല്ലാത്ത ഇൻഫീരിയർ ക്വാളിറ്റിയിലെ മീറ്റും കൂടെ വയ്ക്കും അല്ലേ. നല്ല മീറ്റിൻ്റെ കൂടെ ഇത്തിരി വേറെ കേടായതോ വേറെ ആനിമലിൻ്റെ മീറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിനെയാണ് ഫ്രോഡുലന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ കട്ട് ചെയ്യത്തില്ലേ നമ്മുടെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ ഈ കാക്കസിനെ നമ്മൾ കട്ട് ചെയ്യും അല്ലേ. നമ്മൾ ഹോൾസെയിലായിട്ട് വിൽക്കും, കുറച്ച് റീറ്റെയിലായിട്ട് വിൽക്കും, അങ്ങനെ കട്ട് ചെയ്യുന്ന പല രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുവേ. അതിനെയാണ് നമ്മൾ ഫാബ്രിക്കേഷൻ. അപ്പോൾ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് കട്ടിങ് കാക്കസ് ഇൻ ടു ഹോൾസെയിൽ ഓർ റീറ്റെയിൽ കട്ട്. ഓക്കെ. നമ്മൾ ഏജിങ് നേരത്തെ പറഞ്ഞു അല്ലേ. നമ്മൾ കാക്കസിനെ എബോവ് ഫ്രീസിങ് പോയിന്റിൽ വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അതെ, മീറ്റ് നല്ല ക്വാളിറ്റിയിലോട്ട് വരാനായിട്ട്. അതുപോലെ ഒന്നാണ് ക്യുവറിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മീറ്റിൽ സോൾട്ടും ഷുഗർ, നൈട്രേറ്റ് ഒക്കെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ ക്യുവറിങ് എന്ന് പറയുന്നത്. എന്താണ് ക്യുവറിങ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ക്യുവറിങ് ആണ്. ഓക്കെ. Addition of sugar, salt, nitrite and nitrate to the meat. It is called curing. Okay ആണോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 2 എക്സാമിനേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞല്ലേ. ആനിമൽസിനെ, ലൈവായിട്ടുള്ള ആനിമൽസിനെ സ്ലോട്ടറിങ്ങിന് മുന്നേ എക്സാമിൻ ചെയ്യുന്നതിനെ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ എന്നും, സ്ലോട്ടറിങ്ങിന് ശേഷം ആ മീറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്നും പറയുന്നു. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തിയപ്പോൾ നമുക്ക് തോന്നി അയ്യോ ഈ മീറ്റ് വേണ്ട, നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വേണ്ട എന്ന് വെക്കും അല്ലേ. അപ്പം ആദ്യം നമ്മൾ ആൻറ്റിമോർട്ടം ചെയ്യുന്നുണ്ട്. ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ എവിടെ വെച്ചാൽ ചെയ്യാന്നറിയോ? നമ്മുടെ ലൈറേജില്ലേ അവിടെ വെച്ച് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുവേ. പോസ്റ്റ്മോർട്ടം എന്ന് വെച്ചാൽ സ്ലോട്ടറിങ്. അപ്പോൾ ആൻറ്റിമോർട്ടത്തിന് ശേഷം നമ്മൾ ആനിമൽസിനെ എന്ത് ചെയ്തു? സ്ലോട്ടർ ചെയ്തു അല്ലേ. സ്ലോട്ടർ ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി ഈ മീറ്റ് വേണ്ട, ഈ മീറ്റിനെ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ അതിനെ എന്ത് മീറ്റ് എന്ന് പറയും? അതിനെ കണ്ടംഡ് മീറ്റ് എന്ന് പറയും.
ഓക്കെ, നമ്മളതിനെ കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് കൊണ്ടുപോവേ വേണ്ട. നമുക്ക് ഈ മീറ്റ് നല്ലതല്ല, അൺഹെൽത്തി ആണ്, അൺഫിറ്റ് ആണ് ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് തോന്നിയാൽ വിൽ കണ്ടം ഇറ്റ്. കണ്ടം എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെച്ചു. ഇനി നമുക്ക് തോന്നി ഓക്കെ നല്ല മീറ്റാണ്, നല്ലതാണെന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ നേരെ നമ്മൾ ചില്ലിങ്ങും റെഫ്രിജറേഷനൊക്കെ ചെയ്തിട്ട് നമ്മളതിനെ ഫാബ്രിക്കേഷൻ കട്ട് ചെയ്ത് നമ്മളതിനെ ഡിസ്പാച്ചിങ് മീറ്റ് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്തു അല്ലേ. പിന്നെ നമുക്കൊന്ന് ഡൗട്ട് തോന്നി, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇനി ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാം, ഒരു ഡൗട്ട് തോന്നി. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മൾ ആ മീറ്റിന് എന്താ പറയുക? ഡീറ്റെയിൽഡ് മീറ്റ് എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം നമ്മൾ ആനിമൽ വന്നു കേട്ടോ, ലൈവ് ആനിമൽ. ഈ ലൈവ് ആനിമലിനെ നമ്മൾ ഫാമിൽ നിന്ന് അബറ്റോയറിലോട്ട് കൊണ്ടുവന്നിട്ട് ആദ്യം അവരെ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ആദ്യത്തെ ഒരു എക്സാമിനേഷൻ പ്രൈമറി. അതിനുശേഷം കുഴപ്പമില്ല എന്ന് തോന്നിയാൽ നമ്മൾ സ്ലോട്ടറിങ് നടത്തുന്നു. അതിനുശേഷം ആ കാർക്കസിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തുന്നു. ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് ശേഷം നമ്മൾ നല്ല മീറ്റാണ് എന്ന് തോന്നിയാൽ ചില്ലിങ് റെഫ്രിജറേഷൻ റൂമിലോട്ട് കൊണ്ടുവന്നു. പിന്നെ പാക്കിംഗ് ഡിസ്പാച്ചിങ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ അല്ലേ? വേണ്ട എന്ന് വെച്ചു, നമുക്ക് ഈ മീറ്റ് വേണ്ട, ഇറ്റ് ഈസ് അൺഫിറ്റ്, ഇറ്റ് ഈസ് അൺഹെൽത്തി ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് തോന്നിയാൽ നമ്മൾ അതിനെ കണ്ടംഡ് മീറ്റ് എന്ന് വിളിച്ചു കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് കൊണ്ടുപോകുന്നു. ഇനി അടുത്ത നമുക്ക് തോന്നി എന്തോ ഡൗട്ട് തോന്നുന്നുണ്ടോ, ഒന്നുകൂടെ ഒന്ന് നമുക്ക് എക്സാമിൻ ചെയ്യും, ഇനി ഒന്ന് ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒന്നുകൂടെ എക്സാമിൻ ചെയ്യാമെന്ന് തോന്നിയാൽ, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ വേണമെന്ന് തോന്നിയാൽ എവിടോട്ട് കൊണ്ടുപോകണം? എല്ല് മാറ്റി ആക്കിയാൽ മതി കേട്ടോ, ഡീറ്റെയിൽഡ് മീറ്റ് റൂമിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമ്മൾ ആൻറ്റിമോർട്ടം ചെയ്തപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആണെങ്കിൽ വേണ്ടാന്ന് വെക്കും, വളരെ ഇമാസിയേറ്റഡ് ആയിട്ടുള്ളത്, എക്സോസ്റ്റഡ് ആയിട്ടുള്ള വല്ല അസുഖങ്ങളൊക്കെ ഉള്ളത്, ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വേണ്ടാന്ന് വെക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയോ അസുഖം തോന്നി എക്സാമിൻ ചെയ്തപ്പോൾ ആ ആനിമലിനെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? റിയാക്ടർ എന്നാ വിളിക്കുക. റിയാക്ടർ എന്ന് പറഞ്ഞാൽ ആനിമൽസ് ഷോയിങ് എവിഡൻസ് ഓഫ് ഡിസീസ് ആഫ്റ്റർ ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പോൾ അസുഖമുണ്ടെന്ന് തോന്നുന്ന ആനിമലിനെ നമ്മൾ റിയാക്ടർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? ഇത് ആനിമലിനെ വന്നു, അതിന് ആൻറ്റിമോർട്ടം ചെയ്തു, ആൻറ്റിമോർട്ടം ചെയ്തപ്പോൾ അസുഖമുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ അവരെ റിയാക്ടർ എന്ന് വിളിച്ചു. അസുഖമില്ല എന്ന് തോന്നിയതിനെ സ്ലോട്ടറിങ് ചെയ്തു. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ, അതിനുശേഷം നല്ല മീറ്റാണ് നമുക്ക് കൺസ്യൂം ചെയ്യാമെന്ന് തോന്നിയാൽ ചില്ലിങ്ങോ റെഫ്രിജറേഷൻ റൂമിലോട്ട് വിട്ടു. നല്ല മീറ്റ് അല്ല, നമുക്ക് കൺസ്യൂം ചെയ്യണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കണ്ടംഡ് മീറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ വേണമെന്ന് തോന്നിയാൽ നമ്മൾ അതിനെ ഡീറ്റെയിൽഡ് മീറ്റ് എന്ന് വിളിച്ചു. ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കുകയാണ് കേട്ടോ. നമുക്കറിയാം ഈ കാക്കസിലെ തന്നെ ഫ്ലഷ് ആയിട്ടുള്ള നമുക്ക് കഴിക്കുന്ന എഡിബിൾ പാർട്ടിനെ നമ്മൾ കോമൺ ആയിട്ട് മീറ്റ് എന്ന് വിളിക്കും അല്ലേ? മീറ്റ് എന്ന് വിളിക്കും. ഓരോ മീറ്റിന് ഓരോരോ പേരുണ്ട് കേട്ടോ. നമ്മുടെ കാറ്റിലിൻ്റെ മീറ്റിനെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? കാറ്റിലിൻ്റെ കൗവിനും ബുള്ളിനും നമ്മൾ ബീഫ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി കാഫാണ്, ചെറിയ കിടാവാണെങ്കിൽ നമ്മൾ വീൽ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? വീൽ എന്ന് വിളിക്കും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇൻ ഡെപ്തിൽ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇനി പിഗിൻ്റെ മീറ്റിനെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? പോർക്ക് എന്നാണ് വിളിക്കുക. ഓക്കെ, അത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡിയറിൻ്റെ മീറ്റ് ആണെങ്കിൽ നമ്മൾ വെൻഷൻ എന്നാണ് പറയുക. ഇനി ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും അത് നമ്മൾ മാറിയാ പറയാറല്ലേ. നമ്മൾ ഗോട്ടിൻ്റെ മീറ്റിനെ എന്താ ശരിക്കും പറയേണ്ടത്? ഷെവോൺ എന്നാണ് പറയേണ്ടത്. ഷീപ്പിൻ്റെ മീറ്റ് ആണെങ്കിൽ നമ്മൾ മട്ടൺ എന്നാണ് പറയേണ്ടത്. നമ്മളിതെല്ലാം മട്ടൺ എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഇത് മീറ്റിൻ്റെ കുറച്ച് പേരുകളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻ ഡെപ്തിൽ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്, കുറച്ച് ടേംസ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ മീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെഷ് ആൻഡ് എഡിബിൾ പാർട്ട് ഓഫ് കാക്കസ് ആണ്. അപ്പോൾ ബീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിലിൻ്റെ മീറ്റിനെ നമ്മൾ ബീഫ് എന്ന് പറയുന്നു, കാഫിൻ്റെ മീറ്റിനെ നമ്മൾ വീൽ എന്ന് പറയുന്നു, പിഗിൻ്റെ മീറ്റിനെ ആണെങ്കിൽ നമ്മൾ പോർക്ക് എന്ന് പറയുന്നു, ഡിയറിൻ്റെ മീറ്റിനെ നമ്മൾ വെൻഷൻ എന്ന് വിളിക്കുന്നു, ഷീപ്പ് എന്ന് വിളിക്കുന്നത് നമ്മൾ മട്ടൺ ഷീപ്പിൻ്റെ മീറ്റിനെ നമ്മൾ മട്ടൺ എന്ന് വിളിക്കുന്നു, ഗോട്ടിൻ്റെ മീറ്റിനെ നമ്മൾ ഷെവോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ വെറ്റിനറി സയൻസിനെ പറ്റി ഒരു ഏകദേശ ധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ കുറച്ച് മീറ്റുകളുടെ പേര്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്നത് നമ്മുടെ വെൻഷനും ഷെവോണും നമ്മുടെ മട്ടണും ഒക്കെ ആയിരിക്കും. ചിക്കൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഹെന്നിൻ്റെ മീറ്റ് എല്ലാവരും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും അല്ലേ ചിക്കൻ. ഇനി നമ്മൾ കുറച്ച് ടേംസ്. ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ബീഫിൻ്റെ സ്റ്റൊമക്കില്ലേ, അതിൻ്റെ ലൈനിങ്ങിനെ നമ്മൾ ട്രൈപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ എന്താ പറയുക? ട്രൈപ്പ്.
ഇനി ഗിബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗിബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴീൻ്റെയൊക്കെ ഗിസാഡ്, ഹാർട്ട്, നെക്ക്, ലിവർ, ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ ഗിസാഡ് എന്ന് പറയുന്നു. ഓക്കെ, ഗിസാഡല്ല സോറി, ഗിബ്ലെറ്റ് എന്ന് പറയുന്നു. ഗിബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഗിസാഡും ഹാർട്ട്, ലിവർ, നെക്ക്, അപ്പോൾ ഫൗളിൻ്റെ ഇത്രയും പാർട്സിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗിസാഡ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മുടെ വാട്ടർ ബഫല്ലോ ഉണ്ട്. വാട്ടർ ബഫല്ലോയുടെ മീറ്റിനെ നമ്മൾ എന്താ പറയാന്നറിയോ? അത് വെറും ബീഫല്ല, കാര ബീഫ് എന്ന് പറയും. വാട്ടർ ബഫല്ലോയുടെ മീറ്റിന് എന്താ പറയുക? കാര ബീഫ് എന്ന് പറയും. പിന്നെ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, PSE. നമ്മുടെ PSC അല്ല, PSC. P ഫോർ പെയിൽ, S ഫോർ സോഫ്റ്റ്, E ഫോർ എക്സുഡേറ്റീവ്. നമ്മുടെ പിഗിൻ്റെ മീറ്റാണ് അങ്ങനെ ആകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഭയങ്കര പെയിലായി പോവും, ചിലപ്പോൾ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര എക്സുഡേറ്റീവ്. അപ്പോൾ ഏത് മീറ്റാണ് ഇങ്ങനെ ആകാൻ സാധ്യതയുള്ളത്? പിഗിൻ്റെ പോർക്കാണ് കേട്ടോ. അപ്പോൾ പോർക്ക് അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ PSE ആകാൻ സാധ്യതയുള്ളത് പോർക്കാണ്. രണ്ടിലും P ഉണ്ടല്ലേ? P ഫോർ പോർക്ക്, P ഫോർ PSC. PSC എന്താണ്? പെയിൽ, സോഫ്റ്റ് ആൻഡ് എക്സുഡേറ്റീവ്. ഇനി അതുപോലെ DFD ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? സോറി, DFD. D ഫോർ ഡാർക്ക്, ഫേം, ഡ്രൈ. PSC എന്തായിരുന്നു? നമുക്കൊന്ന് എഴുതാം. പെയിൽ, സോഫ്റ്റ്, എക്സുഡേറ്റീവ്. DFD എന്താ നോക്കാവേ. DFD എന്താണ്? D ഫോർ ഡാർക്ക്, F ഫോർ ഫേം, D ഫോർ ഡ്രൈ. അപ്പോൾ ഈ PSE എന്ന് പറയാൻ സാധ്യതയുള്ളത് നമ്മുടെ പോർക്കാണ്. നമ്മൾ ഈ PSC ആവാതിരിക്കാൻ നോക്കുക. DFD ആകാൻ സാധ്യതയുള്ളത് ആരാണ്? നമ്മുടെ ബീഫാണ്. ബീഫ്, ഡാർക്ക്, ഫേം, ഡ്രൈ. പിന്നെ ഒരു ടെർമിനോളജി ഇത് വരുന്നത്, ഒരു അബ്രീവിയേഷൻ, CMP എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ക്ലീൻ മീറ്റ് പ്രൊഡക്ഷനെയാണ് നമ്മൾ CMP എന്ന് പറയുന്നത്, ക്ലീൻ മീറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ കുറച്ച് മീറ്റിൻ്റെ പേരൊക്കെ പഠിച്ചു, നമ്മൾ അബറ്റോയറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ നാക്കേഴ്സ് യാർഡ് എന്താണെന്ന് ഓർമ്മയുണ്ടാവും. പിന്നെ അവിടെ നടക്കുന്ന കുറേ പ്രോസസ്സ് അല്ലേ, നമ്മൾ ആനിമലുമായിട്ട് റിലേറ്റ് ചെയ്ത് അബറ്റോയറിലൊക്കെ നടക്കുന്ന കുറച്ച് പ്രോസസ്സസ്, മീറ്റിൻ്റെ കുറച്ച് ടേംസും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെറ്റിനറി സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഫെമിലറൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വെറ്റിനറി സയൻസ് ഡെപ്തിലോട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്